എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ മഞ്ഞക്കെണിയും ഈ ഫിറമോൺ ട്രാപ്പിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു പച്ചക്കറി തൈ നമ്മൾ നടുമ്പോഴേ അത് പടർന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ മഞ്ഞക്കെണികൾ സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളീച്ചകൾ പോലുള്ള കീടങ്ങളെല്ലാം വന്ന് ഇതിനകത്ത് അകപ്പെടുകയും സ്വയമേ അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെള്ളീച്ചകൾ മൂലം വരുന്ന വൈറസ് രോഗങ്ങളെല്ലാം അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ആദ്യം തന്നെ നമ്മുടെ കൃഷി സ്ഥലത്ത് സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്ത് എല്ലായിടത്തും ഇത് സ്ഥാപിക്കാൻ കഴിയും. ഇത് ഞാനിപ്പം പയറിന്റെ കൃഷിയുടെ ഇടയ്ക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, വെള്ളീച്ചകൾ മാത്രമല്ല ചാഴികൾ പോലുള്ള എല്ലാ പ്രാണികളും ഇതിനകത്ത് വന്ന് അകപ്പെടുകയും ആ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നിടത്ത് അത് നശിച്ചു പോവുകയും ചെയ്യും. നമുക്ക് ഈ മഞ്ഞക്കണികൾ ഇതിൽ ഒരുപാട് കീടങ്ങളായി കഴിയുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് റീയൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അതുകൊണ്ട് നല്ല പ്രയോജനങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ പച്ചക്കറി ചെടി പടർന്നു തുടങ്ങുമ്പോഴേ മഞ്ഞക്കണി ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളിൽ പെൺപൂക്കൾ വിരിയുന്നതിന് മുൻപ് തന്നെ ഈ ഫിറമോൺ ട്രാപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കായ്ച്ചയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കും. കായ്ച്ച വന്ന് അതിന്റെ നീരൂറ്റി കുടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നല്ല കായ്ഫലം ലഭിക്കുകയില്ല. ഇത് കണ്ടില്ലേ, ഞാൻ മഞ്ഞക്കണിയും സ്ഥാപിച്ചിട്ടുണ്ട്, കായ്ച്ചക്കണികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് നല്ല വിളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൂടുതൽ കീടങ്ങളുടെ ആക്രമണം വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്തുള്ള ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.